ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. സമുദ്രതീരം കൂട്ടുകുടുംബം സന്ദർശിച്ച് കല്ലുവാതുക്കൽ UP സ്കൂൾ വിദ്യാർത്ഥികൾ. കല്ലുവാതുക്കൽ UP സ്കൂൾ JRC യൂണിറ്റ് വിദ്യാർത്ഥികൾ JRC ക്യാമ്പിന്റെ ഭാഗമായി കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. JRC യൂണിറ്റ് വിദ്യാർത്ഥികൾ സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാർക്കായി ഗാനങ്ങൾ ആലപിക്കുകയും നൃത്തങ്ങൾ അവതരിപ്പിക്കുകയും ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിക്കുകയും അച്ഛനമ്മമാരോടൊപ്പം കുറച്ചു സമയം ചെലവിടുകയും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അവരേറ്റുപാടുന്നു അഭിമാനമോടെ, അവരേറ്റുപാടുന്നു അഭിമാനമോടെ. സേവനമാണെന്റെ ജീവമന്ത്രം, സേവനമാണെന്റെ ജീവമന്ത്രം. അത് സ്വാന്തനമാരുത ശീതമേൽപ്പു, അത് സ്വാന്തനമാരുത ശീതമേൽപ്പു. വീട്ടിലെ ഭൃത്യന്മാരുടെ പോക്കറ്റിൽ നിന്ന് ചെമ്പുതുട്ടുകൾ മോഷ്ടിച്ചും ഞാൻ പുകവലിച്ചു. ആത്മകഥ അഥവാ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കുട്ടിക്കാലത്തെ തന്റെ ദുശീലത്തെക്കുറിച്ച് പറയുന്ന വരികളാണിവ. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും അത് അച്ഛനോട് ഏറ്റുപറഞ്ഞ് തെറ്റ് തിരുത്തുകയും ചെയ്യുന്ന ഗാന്ധിയെയാണ് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കരകളഞ്ഞ ദേശരാഗമുയരണമനുവേദം, പെൺമനസ്സിനമ്പരപ്പിൻ കളകളുള്ളിയെറിയാം. കരകളഞ്ഞ ദേശരാഗമുയരണമനുവേദം, പെൺമനസ്സിനമ്പരപ്പിൻ കളകളുള്ളിയെറിയാം. ലഹരി നൽകും ജീവതാള ഭംഗമിവിടെയരുതേ, ലഹരി നൽകും ജീവതാള ഭംഗമിവിടെയരുതേ. അശരണർക്കു സാന്ത്വനത്തിൻ പാട്ടുമൂളി പോകാം. എന്താ സുഖം, ഇതെന്താ? എന്താ നിനക്ക് വേണോ? താൻ ഒന്ന് നോക്കട്ടെ. എന്നാ പിടി, കുത്തി. ഞാൻ പറക്കണ്. എടാ എനിക്ക് ഒരെണ്ണം കൂടി തരൂ. പറ്റില്ല, നീ പോയി കാശ് എടുത്തോണ്ട് വാ. എടാ പ്ലീസ് ഒന്നും കൂടി താടാ. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, പോയി പൈസ എടുത്തോണ്ട് വന്നാൽ ഞാൻ തരാം. ഇത് പ്ലീസ് ഒന്ന് താടാ. ആ നശിച്ച ദിവസമാണ് ഡോക്ടറെ ഇതിനെല്ലാം കാരണം. ആ നശിച്ച ദിവസം. ഇപ്പൊ ഞാൻ നിർത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ എൻ്റെ കൈ കിടന്ന് മരവിക്കുന്നത് പോലെ തോന്നുന്നു ഡോക്ടറെ. എനിക്ക് ഇതുവരെ നിർത്താൻ പറ്റിയിട്ടില്ല ഡോക്ടറെ. കല്ലുവാതുക്കൽ UP സ്കൂൾ HM ബിന്ദു, സമുദ്രതീരം ചെയർമാൻ റൂവൽ സിംഗ് M, കല്ലുവാതുക്കൽ UP സ്കൂൾ PTA പ്രസിഡന്റ് ദീപ, അധ്യാപകൻ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളുടെ സ്കൂളിലെ JRC യൂണിറ്റിൻ്റെ ഒരു ക്യാമ്പ് ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നിയത് ഇവിടേക്ക് വന്ന്, ഞങ്ങൾ ആദ്യം കരുതിയത് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരോടൊപ്പം ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ചിലവഴിക്കാമെന്നായിരുന്നു. അപ്പോഴാണ് കുട്ടികൾക്കൊരു ചെറിയ ക്ലാസ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചൊരു ആശയം ഉയർന്നു വന്നത്. അങ്ങനെ വന്നപ്പോൾ അത് നമ്മുടെ സ്കൂളിൽ വെച്ച് നമ്മളൊരു അജിത് കുമാർ രാമസ്വാമി എന്ന് പറയുന്ന ഒരു സാറിനെ കൊണ്ട് കുട്ടികൾക്ക് ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഇവിടെ എത്താൻ കഴിയാഞ്ഞത്. ഈ സമുദ്രതീരം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുമായിട്ട് നമ്മളുമായിട്ടൊക്കെ ഒരുപാട് കാലത്തെ ഒരു അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ റൂവൽ സിംഗ്. നമ്മളുമായിട്ട് വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഞങ്ങളെ കുട്ടികളെ അന്ന് ആദ്യം തന്നെ ഞങ്ങളുടെ സ്കൂളിലെ HM ആയിട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ കുട്ടികളെയും കൊണ്ട് ഒരു ദിവസം നമ്മുടെ
സമുദ്രതീരം സന്ദർശിക്കാനായിട്ട് എത്തണേന്നും ആദ്യം തന്നെ എന്നെ ക്ഷണിച്ചതാണ്. അപ്പോൾ ഇത്രയും വൈകിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ JRC കുട്ടികളെ കൊണ്ടുവന്ന് ഇത് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ഉച്ചയ്ക്ക് ഒരു ക്ലാസ്, ഉച്ചവരെ കിട്ടിയ ഒരു ക്ലാസ്സിൽ നിന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇല്ലേ? ആ സാറ് നമുക്ക് പറഞ്ഞു തന്ന ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ഇതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്ത് കിട്ടും? ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലേ? ആ യാഥാർത്ഥ്യം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഈ സാഹചര്യം സമയം ഒരുപാട് താമസിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സൗഹാർദ്ദമായി നമ്മളെ ഇവിടേക്ക് സ്വാഗതം ചെയ്ത ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ റുവൽ സിംഗിന് നമ്മുടെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാ അച്ഛനമ്മമാരെയും നമ്മുടെ കുട്ടികളുടെ ഒരു കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങളെ പ്രഥമ അധ്യാപിക അവിടെ ചാർജ് എടുക്കുമ്പോൾ ഇവിടുത്തെ ആരുമില്ലാത്ത അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരു നേരത്തെ ഭക്ഷണം നൽകിക്കൊണ്ടാണ് ആ സ്കൂളിലെ പ്രഥമ അധ്യാപികയായി അവിടെ ചാർജ് എടുക്കുന്നത്. ഇവിടുത്തെ PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് അവരുടെ കുടുംബസമേതം മക്കളും ഹസ്ബൻഡും ഉൾപ്പെടെ ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുപോലെ തന്നെ ദീപ ടീച്ചറും നമ്മളെ കുടുംബത്തിൽ വരികയും നമ്മുടെ ഒപ്പം സഹകരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മനോജ് സാറോട് ഞാൻ ഏറെ സ്നേഹം പങ്കിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. എനിക്ക് മനോജ് സാറിനെ കുഞ്ഞുനാളിൽ എനിക്കറിയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ക്ലാസ്സിൻ്റെ ഒരു ബെഞ്ചിൻ്റെ സൈഡിൽ വന്നിരുന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം സാറിൻ്റെ അമ്മയാണ് അവിടുത്തെ അധ്യാപിക. അധ്യാപികയോടൊപ്പം വൈകുന്നേരത്ത് സ്കൂൾ വിട്ട് പോകുന്നതിന് വേണ്ടിയാണ് ആ ബെഞ്ചിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നത്, അല്ലാതെ ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. ഇതിനകത്ത് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്ന് എഴുന്നേറ്റ്, ഒരു കുട്ടി എഴുന്നേറ്റ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ മോൻ്റെ പ്രായത്തിൽ ഞാൻ ആ സ്കൂളിൽ വരുമ്പോൾ ഏതാണ്ട് മുണ്ടെടുത്തോണ്ടാണ് ഞാൻ ആ സ്കൂളിൽ വരുന്നത്. ഇന്നാരെങ്കിലും പറ്റുമോ? ഇതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ വരുവാനും വാഹനത്തിൽ കയറി സ്കൂളിലെത്തുവാനും ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യമല്ല നിങ്ങൾക്ക് ഇന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ സ്കൂൾ ചെയ്തു തന്നിട്ടുണ്ട്. അത്തരം സ്കൂളുകൾ ഇന്ന് കേരളത്തിലെമ്പാടുമുണ്ട്. UP സ്കൂളിനെ കുറിച്ച് ഒരുപാട് പറയാൻ എനിക്കുണ്ട്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവല് നാടകത്തിന് സമ്മാനം മേടിച്ചു കൊടുത്ത അതിന് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അന്ന് സ്റ്റേറ്റ് ലെവലിൽ മത്സരം സംഘടിപ്പിക്കുമ്പോൾ UPയും ഹൈസ്കൂളും ഒരുമിച്ചായിരുന്നു. എങ്കിലും 2ാം സമ്മാനം കരസ്ഥമാക്കുവാൻ ആ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് എനിക്ക് സഹായം ആ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു തരുകയാണ്. ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ അതിലൊരു ഭാഗമായിട്ട് ആ സ്കൂളും സജ്ജമായിരിക്കുകയാണ്. കാരണം ഞങ്ങൾ 8 വർഷം കൊണ്ട് നടത്തുന്ന നേത്ര ചികിത്സാ ക്യാമ്പിൻ്റെ ആ ക്യാമ്പ് നടത്തുന്നത് ഞങ്ങൾ ആ സ്കൂളിൽ വെച്ചാണ്. ഒരു ഓഡിറ്റോറിയമോ ഒരു സ്കൂളോ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ മിനിമം 5000 രൂപയെങ്കിലും കൊടുക്കാതെ ഓഡിറ്റോറിയം കിട്ടുകയില്ല. ആ 8 വർഷം വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ എത്ര മാസമായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും മാസം ആ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് സൗജന്യമായി ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. ഏറെ സന്തോഷമാണ്. ഇനി തുടർന്നും ആ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിച്ചാൽ ഒരുപാട് നീണ്ടുപോകും. എങ്കിലും ഒരു കാര്യം ഞാൻ കുഞ്ഞുങ്ങളടുത്ത് സൂചിപ്പിക്കാം. ഈ അടുത്ത സമയത്തായിട്ട് 2 ദിവസത്തിന് മുൻപ് നമ്മൾ മൊബൈലിൻ്റെ വാട്സപ്പിലൂടെ ഒരു സന്ദേശം എത്തുകയുണ്ടായി. അത് ഇവിടെ നിന്നായിരുന്നില്ല.
അങ്ങ് കേരളത്തിൻ്റെ അങ്ങ് അറ്റത്തായ വയനാട് നിന്നായിരുന്നു. വയനാട് നിന്ന് ഒരു അധ്യാപകൻ കുറിച്ച കുറേ വാക്കുകളായിരുന്നു. ആരെയും കണ്ണ് നനപ്പിക്കുന്ന കുറേ വാക്കുകളായിരുന്നു. അധ്യാപകന് ജീവിതത്തിലുണ്ടായ അവസാനത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം സ്കൂളിൽ നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട് ആ അധ്യാപകൻ ചൂരലെടുത്ത് വിദ്യാർത്ഥികൾ തല്ലുകയുണ്ടായി. ആ തല്ലിക്കഴിഞ്ഞപ്പോൾ ആ അധ്യാപകൻ 2 ദിവസം പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. 2 ദിവസം ഇരുന്നത് മാത്രമല്ല, ആ അധ്യാപകൻ 15,000 രൂപ മാനനഷ്ടവും കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. അദ്ദേഹം കുറിച്ച വാക്കുകളെല്ലാം കേട്ടാൽ നമ്മളെ കണ്ണ് നനയിപ്പിക്കും. ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ അധ്യാപകരെ അടി പേടിച്ചാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അടി കൊണ്ടെങ്കിലേ അന്ന് പഠിക്കാൻ കഴിയുള്ളായിരുന്നു. ഇന്ന് വിദ്യാർത്ഥികൾ അതെല്ലാം കാലങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. നിങ്ങളും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സമുദ്രയിൽ വന്നു പോയിട്ടുള്ള 48 സ്കൂളിലെ കുട്ടികളാണ്. ഈ 5ാമത് വർഷം തികയുമ്പോൾ 48 സ്കൂളിലെ കുട്ടികൾ ഇവിടെ വന്നു പോയത് നിങ്ങൾ വന്നിട്ട് വെറുതെ കൈവീശി പോകാൻ വേണ്ടിയല്ല ഞങ്ങൾ സ്കൂളിലെ കുട്ടികളെ ഇവിടെ ക്ഷണിക്കുന്നത്. ഈ 48 സ്കൂളിലെയും കുട്ടികൾ വന്ന് ഇവിടെ താമസിക്കുന്ന 40ഓളം അച്ഛന്മാരും അമ്മമാരും ഈ ക്യാബിൻ്റെ സൈഡിലായി ഇരിപ്പുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഈ അച്ഛന്മാരും അമ്മമാരും വന്നെത്തിപ്പെട്ടതെന്ന് നിങ്ങൾ കൊച്ചു കുട്ടികളായാൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം. അത് അച്ഛന്മാരും അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഈ സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രവേശിച്ച് പുറത്തേക്ക് പോകേണ്ടത്. നിങ്ങൾ പറയേണ്ട ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളെ അച്ഛനെ അമ്മയും ഒരു കാരണവശാലും ഞങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് വിടുകയുള്ളൂ. നിങ്ങളെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അതിലൊരു അധ്യാപിക കുട്ടികളെ പഠിപ്പിച്ച് ഏതാണ്ട് 1000കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച അധ്യാപിക ഇന്ന് ഈ ബെഞ്ചിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. ആരുമായിരുന്നില്ല, ചിറക്കരയും ചാത്തന്നൂരും പൂതക്കുളത്തും അങ്ങനെ ഒട്ടനവധി സ്കൂളുകളിൽ പഠിപ്പിച്ച ഒരു അധ്യാപിക ഇന്ന് നമ്മുടെ സമുദ്രം കൂട്ടുകുടുംബത്തിൽ എത്തിപ്പെടണമെങ്കിൽ നാളെ ആ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ചുമതല നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ധരിപ്പിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും പിറ്റി അംഗങ്ങൾക്കും ഉൾപ്പെടെ സമുദ്രത്തിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മൾ JRC ഒരു ഏകദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സമുദ്രതീരം സന്ദർശിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അല്ലേ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ പ്രായമായ അച്ഛനമ്മമാരുണ്ട് ഇവിടെ. അപ്പം നമ്മളുടെ കലാപരിപാടികളിലൂടെ ആ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മളുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായിരിക്കണം. തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമുദ്രതീരത്തിൻ്റെ ചെയർമാനായിട്ടുള്ള റുവൽ സിംഗ് സാർ പറഞ്ഞതുപോലെ നമ്മൾക്കും ഉണ്ട് അച്ഛനമ്മമാർ അല്ലേ. ആ അച്ഛനമ്മമാരെ നമ്മൾ ഈ ഒരു ഇങ്ങനൊരു സ്റ്റേജിലോട്ട് എത്തിപ്പെടാതെ നമ്മൾ അവരെ സംരക്ഷിക്കുമെന്ന് നമ്മൾ മനസ്സാൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് പോകാനും. ഞങ്ങൾ ഈ സ്കൂള് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ദിവസം വരണമെന്നും ഇവിടുത്തെ അച്ഛനമ്മമാരോട് ഒരു ദിവസം ചെലവഴിക്കണമെന്നും. പല പല കാരണങ്ങളാൽ നമുക്ക് നടന്നില്ല. ഇന്നെന്തായാലും ആ ദിവസം സമാഗതമായിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പറയേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും നിങ്ങളുടെ സ്വന്തത്തിൽ നിന്നും ഒരാളെയും ഇതുപോലൊരു സ്ഥാപനത്തിലേക്ക് അയക്കരുത്. ആ രീതിയിൽ നിങ്ങൾ പെരുമാറുക. അധ്യാപകരായ ബീന, ദീപ, രാജി, അനൂപ, ദീപ്തി, ചിക്കു, അക്ഷയ്, PTA അംഗങ്ങളായ വിനി VN, ശ്രീകല, കാർത്തിക, പ്രിയ, മറ്റ് രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപഹാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ സമുദ്രതീരത്തു നിന്നും മടങ്ങി.